CPM വിമത സ്ഥാനാർത്ഥികളെ അടിച്ചൊതുക്കാൻ CPMന്റെ നേതൃത്വത്തിന്റെ തീരുമാനം. പ്രത്യേകിച്ച് തലസ്ഥാന ജില്ലയിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലാണ് വിമത സ്ഥാനാർത്ഥികൾ ഉണ്ടാകില്ല, പത്രികാ സമർപ്പണം കഴിയുമ്പോൾ CPMന് വിമത സ്ഥാനാർത്ഥികൾ ഉണ്ടാകില്ല എന്ന് CPMന്റെ ജില്ലാ സെക്രട്ടറി വലിയ വായിൽ പ്രസ്താവിച്ചത്. എന്നാൽ അതിന് പിന്നാലെ പ്രധാനപ്പെട്ട 4 വാർഡുകളിലാണ് CPMന് വിമത സ്ഥാനാർത്ഥികൾ ഉണ്ടായത്. ആ വിമതന്മാർ വെറും വിമതന്മാരല്ല, മുൻ CPMന്റെ പ്രാദേശിക നേതാക്കളും കരുത്തുറ്റ സ്ഥാനാർത്ഥികളുമാണ്. ഇപ്പോൾ ഇതാ അവരെ മർദ്ദിച്ചവശരാക്കി അടിച്ചൊതുക്കാനുള്ള നീക്കമാണ് CPMന്റെ നേതാക്കന്മാർ പയറ്റുന്നത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കണ്ണമ്മൂല വാർഡിലെ CPMന്റെ വിമത സ്ഥാനാർത്ഥി, സ്വതന്ത്ര സ്ഥാനാർത്ഥി M രാധാകൃഷ്ണനെ കഴിഞ്ഞ ദിവസം മർദ്ദിച്ചത്. തൊഴിൽ ഭവനിൽ ലേബർ ഓഫീസറുടെ മുന്നിൽ വെച്ച് റിട്ടേണിംഗ് ഓഫീസറുടെ മുറിക്ക് തൊട്ട് പുറത്തു വെച്ചായിരുന്നു കഴിഞ്ഞ ദിവസം M രാധാകൃഷ്ണനെയും കൂടെ പത്രികാ സമർപ്പണത്തിനെത്തിയ തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെ സെക്രട്ടറി PR പ്രവീണിനെയും മർദ്ദിച്ചത്. അതിക്രൂരമായിട്ടായിരുന്നു CPMന്റെ വഞ്ചിയൂർ വാർഡിലെ സ്ഥാനാർത്ഥിയും ഏരിയ കമ്മിറ്റി സെക്രട്ടറിയുമായ വഞ്ചിയൂർ ബാബുവിന്റെ നേതൃത്വത്തിലുള്ള ആക്രമണം. വഞ്ചിയൂർ വാർഡിൽ ഇപ്പോൾ മത്സരിക്കുന്ന ബാബുവിനെതിരെ ചില മാധ്യമങ്ങളിൽ വാർത്ത വന്നിരുന്നു. വഞ്ചിയൂർ ബാബു എന്നാണ് പേരെങ്കിലും തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ പോസ്റ്ററുകളിലും ബാനറുകളിലും ബോർഡുകളിലും ശങ്കരൻകുട്ടി നായർ എന്ന് തന്റെ പേരെഴുതി വയ്ക്കുകയായിരുന്നു വഞ്ചിയൂർ ബാബു. തന്റെ ഒറിജിനൽ പേര് ശങ്കരൻകുട്ടി നായരാണെന്നും വഞ്ചിയൂർ ബാബു എന്നുള്ള തന്റെ വിളിപ്പേരാണെന്നും വഞ്ചിയൂർ ബാബു ഇതിന്റെ പ്രതികരണം പറഞ്ഞു. അങ്ങനെ വോട്ട് കിട്ടാൻ വേണ്ടി ജാതിവാല് കൂടെ ചേർത്തു എന്നുള്ള വിമർശനം നേരിടുന്ന വഞ്ചിയൂർ ബാബു ഇപ്പോൾ ഇതാ മറ്റൊരു സ്ഥാനാർത്ഥിയെ മർദ്ദിച്ച വിഷയത്തിൽ കൂടി കുപ്രസിദ്ധനായിരിക്കുന്നു. M രാധാകൃഷ്ണൻ നേരത്തെ DYFIയുടെ നേതാവായിരുന്നു, CPMന്റെ ഒക്കെ പ്രാദേശിക നേതാവായിരുന്നു. VS പിണറായി വിഭാഗീയത കത്തി നിൽക്കുന്ന സമയത്താണ് രാധാകൃഷ്ണൻ പാർട്ടിയിൽ നിന്നും താൽക്കാലികമായി പുറത്താകുന്നത്. പിന്നീട് തിരുവനന്തപുരം പ്രസ് ക്ലബിലെ വിവിധ സ്ഥാനങ്ങൾ M രാധാകൃഷ്ണൻ വഹിച്ചു. അതിനുശേഷമാണ് ഇപ്പോൾ പ്രാദേശിക ജനങ്ങളുടെ പിന്തുണയോടുകൂടി പ്രാദേശിക ജനങ്ങളുടെ നിർബന്ധത്താൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. അതായത് CPM വിമതനം തന്നെയാണ് വ്യക്തിപരമായി പറയാം. M രാധാകൃഷ്ണൻ മത്സരിച്ചാൽ കണ്ണമ്മൂല വാർഡിൽ CPM സ്ഥാനാർത്ഥി തോക്കുമെന്ന് മനസ്സിലാക്കിയ വഞ്ചിയൂർ ബാബുവും സംഘവുമാണ് നേരത്തെ തന്നെ രാധാകൃഷ്ണനെതിരെ ഭീഷണിയുമായി രംഗത്തെത്തിയിരുന്നു. വകവയ്ക്കാതെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി പ്രചരണവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ച ഘട്ടത്തിലാണ് M രാധാകൃഷ്ണനെതിരെ കടുത്ത ശാരീരിക ആക്രമണം ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസമാണ് പട്ടാപ്പകൽ 3 പേർ ചേർന്ന് വഞ്ചിയൂർ ബാബുവിന്റെ നേതൃത്വത്തിൽ വലിയ ആക്രമണം M രാധാകൃഷ്ണനെതിരെ നടത്തിയത്. ഇനി അടുത്തത് ഉള്ളൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന K ശ്രീകണ്ഠൻ എന്ന് ആക്രോശിച്ചുകൊണ്ടാണ് ഈ ഗുണ്ടാ സംഘം സ്ഥലം വിട്ടത്. K ശ്രീകണ്ഠൻ CPMന്റെ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്നു, പ്രസ് ക്ലബിന്റെ മുൻ പ്രസിഡന്റ് ആയിരുന്നു. അതുമാത്രവുമല്ല, ദേശാഭിമാനി എന്ന CPMന്റെ മുഖപത്രത്തിന്റെ തിരുവനന്തപുരം ബ്യൂറോ ചീഫ് കൂടിയായിരുന്നു K ശ്രീകണ്ഠൻ. K ശ്രീകണ്ഠൻ ഉള്ളൂരിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു. ഉള്ളൂരിലെ ജനകീയനാണ് K ശ്രീകണ്ഠൻ. K ശ്രീകണ്ഠന് സീറ്റ് നിഷേധിച്ച സാഹചര്യത്തിലാണ് ജനങ്ങളുടെ സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിൽ വിമത സ്ഥാനാർത്ഥിയായി സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ K ശ്രീകണ്ഠൻ തീരുമാനിച്ചത്. K ശ്രീകണ്ഠനെയും മർദ്ദിക്കുമെന്ന് ആക്രോശിച്ചുകൊണ്ടാണ് ഈ സംഘം പോയത്. കോർപ്പറേഷനിൽ ഇത്തവണ ഭരണം നിലനിർത്താൻ കഷ്ടപ്പെടുന്ന CPMനെ സംബന്ധിച്ച് 4 പ്രധാനപ്പെട്ട സീറ്റുകളിലുള്ള CPM വിമത സ്ഥാനാർത്ഥികൾ അവരെ സംബന്ധിച്ച് വലിയ പ്രശ്നമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ കണ്ണമ്മൂല, ഉള്ളൂർ വാർഡുകൾക്ക് പുറമെ ചെമ്പഴന്തിയിലും വാഴോട്ടുകോണത്തും CPMന് വിമത സ്ഥാനാർത്ഥിയുണ്ട്. CPMന്റെ ലോക്കൽ കമ്മിറ്റി അംഗം ആനി അശോകൻ ചെമ്പഴന്തിയിലും മുൻ ബ്രാഞ്ച് സെക്രട്ടറി KV മോഹനൻ വാഴോട്ടുകോണത്തും CPMന്റെ വിമത സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്തായാലും തലസ്ഥാന ജില്ലയിലെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ CPMന്റെ വിമത സ്ഥാനാർത്ഥികളെ മർദ്ദിച്ചില്ലാതാക്കാനുള്ള വലിയ പരിശ്രമമാണ് ഇപ്പോൾ CPMന്റെ ജില്ലാ നേതൃത്വവും പ്രാദേശിക നേതാക്കന്മാരും നടത്തുന്നത് എന്നതാണ് ഇപ്പോൾ M രാധാകൃഷ്ണൻ നേരെ ഉണ്ടായ മർദ്ദനത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്.